വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട പത്തനംതിട്ട പുല്ലാട് രഞ്ജിത ആർ നായരെ അപമാനിച്ചതിന് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാരെ സസ്പെൻഡ് ചെയ്തു. ധാരാളം പരാതികൾ മുഖ്യമന്ത്രിയിലേക്ക് ഏറ്റു. കാരണം ഇന്ത്യ ഞെട്ടിത്തെറിച്ച ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 290 പേര് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ അവിടുത്തെ MBBS സ്റ്റുഡൻസും അവിടുത്തെ അതിൻ്റെ സമീപ പ്രദേശത്ത് ജീവിക്കുന്നവരുമാണ്. മൊത്തം നമുക്ക് 290 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ മലയാളിയായ ഇംഗ്ലണ്ടിലെ ജോലി ചെയ്യുന്ന നേഴ്സായിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ആർ നായർ. ആ മരണപ്പെട്ട ആളെയും അവരുടെ കുടുംബത്തെ അവഹേളിച്ചുകൊണ്ടാണ് വെള്ളരിക്കുണ്ടിലെ താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറയുന്ന മഹാൻ പവിത്രൻ അയാളുടെ യൂസർ ID ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ മോശമായ കമൻറ്റുകൾ ഇട്ടു. ഇയാളൊരു മനുഷ്യനാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരനല്ലേ. ഇയാളുടെ ഹിസ്റ്ററി വളരെ മോശമാണ്. ഇയാൾ 1 മാസമായുള്ള സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് സർവീസിൽ കയറി. അത് ഇതുപോലൊരാളെ അപമാനിച്ചു. അത് കാഞ്ഞങ്ങാട് MLA ആയിരുന്ന ചന്ദ്രശേഖരൻ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരായിട്ടാണ് ചില കസർത്തുകൾ മോശം കമൻറ്റുകൾ ഇയാൾ ഇട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം 1 മാസം അയാൾ തിരിച്ചു കയറി. ഇപ്പോൾ ഇയാൾ ലോകം മുഴുവന് ഈ സംഭവത്തിൽ, ഈ അപകടത്തിൽ, ഈ വിമാനാപകടത്തിൽ ദുഃഖിച്ചിരിക്കുന്ന മലയാളിയായ ഒരു 40 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ അനാഥമായി ആ സ്ത്രീയെക്കെതിരായി ഒരു മനുഷ്യത്വമില്ലാതെ ഇയാൾ മോശം കമൻ്റ് ഇട്ടു. ഇയാളെ എന്തിനാണ് സർക്കാർ തീറ്റിപ്പോറ്റുന്നത്? കാരണം ഇതേ രീതിയിലുള്ള ഒരു കമൻ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇട്ടതിന് മുൻ മന്ത്രി ആയിരുന്ന ചന്ദ്രശേഖരനെതിരായിട്ടും കമൻ്റ് ഇട്ടതിന് ഇയാൾ ഡിപ്പാർട്ടുള്ള നടപടിയും സസ്പെൻഷനൊക്കെ നേരിട്ട് ഇപ്പോൾ തിരിച്ച് കയറിയതേ ഉള്ളൂ. 1 മാസം ആയുള്ളൂ. വീണ്ടും സുക്കേട് തുടങ്ങി. ഇയാളെ ഒരിക്കലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. ഇയാളെ പിരിച്ചുവിടണം സർക്കാർ. ഇപ്പം മുഖ്യമന്ത്രിക്ക് ധാരാളം കംപ്ലൈൻറ്റുകൾ മുഖ്യമന്ത്രിയുടെ പ്രതിനിധി രഞ്ജിത ആർ നായരുടെ വീട്ടിലെത്തി. മന്ത്രിമാർ 2 പേര് അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പലരും അങ്ങോട്ട് സുരേഷ് ഗോപി എത്തി. അവരുടെ വീടുകളിലെല്ലാവരും സംസ്ഥാനത്തിൻ്റെ വിവിധ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അവരെല്ലാം സങ്കടം ആ വീട്ടിൽ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ പണം കൈപ്പറ്റി ജീവിക്കുന്ന പവിത്രൻ എന്ന് പറഞ്ഞ പവിത്രൻ എന്ന ഡെപ്യൂട്ടി തഹസീൽദാർ റാങ്കുള്ള ഒരു ജൂനിയർ സൂപ്രണ്ടായ വ്യക്തി ആ കുടുംബത്തിനെ അവരെ അപമാനിച്ചു. ജാതി പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. അതെന്തായാലും നമുക്ക് പൊറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോരാ, അയാൾക്കെതിരായിട്ട് വെള്ളരിക്കുണ്ട് SHO കേസെടുക്കണം. സോമോട്ടോ ആയിട്ട് എടുത്താൽ മതി. അതിനകത്ത് വാദികളാരും പറയണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരാൾ പല ആൾക്കാരും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൈമറി എൻക്വയറി നടത്തിയിട്ട് അവിടുത്തെ കളക്ടർ, കാസർഗോഡ് കളക്ടർ, ജില്ലാ കളക്ടർ ഇമ്പശേഖരനാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാളെ അങ്ങനെ മുന്നോട്ട് വിടാൻ ഒക്കില്ല. ഇയാൾക്കെതിരായിട്ട് അതിശക്തമായ നടപടി വെള്ളരിക്കുണ്ട് SHO എടുക്കണം, സോമോട്ടോ. കാരണം മരണം അടഞ്ഞ ഒരു സ്ത്രീയെ അവമാനിച്ചിരിക്കുകയാണ്, ആ കുടുംബത്തെ അവമാനിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണ്? ഒരു ഫ്ലൈറ്റിലെ അപകടത്തിൽ മരണപ്പെട്ട 7ലും 10ലും പഠിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. അനാഥരായ കുട്ടികൾ, അവരുടെ വല്യമ്മ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ദുഃഖാവസ്ഥയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇയാളെപ്പോലെയുള്ള സർക്കാർ ശമ്പളം പറ്റുന്ന മാന്യൻ എന്ന് പറയുന്ന വ്യക്തി അപമാനിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്കെതിരായിട്ട് ഒരു FIR ഇമ്മീഡിയറ്റായിട്ട് വെള്ളരിക്കുണ്ട് SHO എടുക്കണം. കാരണം മരണമടഞ്ഞ സ്ത്രീയെ, ആ കുടുംബത്തെ അവമാനിച്ചതിന് 550 IPC പ്രകാരം കേസെടുക്കണം. അത് BNS 79 പ്രകാരമാണ്. അതുപോലെ തന്നെ ഇയാൾ കാണിച്ചിരിക്കുന്ന ഒരു റിലീജിയസ് ഫീലിംഗ്, അവരുടെ ക്ലാസ്സിനെ, ആ റേസിനെ ഇയാൾ അവമാനിച്ചു. അത് 295A IPC പ്രകാരം, അല്ലെങ്കിൽ 297 BNS പ്രകാരം. അതിന് 3 വർഷം വരെ ശിക്ഷ കിട്ടുന്നതാണ്. അതിലൊക്കെ ഏറ്റവും ഉപരിയായിട്ട് എടുക്കേണ്ടത് 153A. നമുക്ക് ഇവിടെ SC/ST കേസുകളുണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നവരെ അവമാനിച്ചാൽ അതിന് കേസെടുക്കുന്ന സംവിധാനം അതിശക്തമായ നടപടിയാണ്. പക്ഷേ
ഉയർന്ന ജാതിക്കാരെ അപമാനിച്ചാൽ അതിന് നിയമവകുപ്പുകൾ ഇല്ലെങ്കിലും ഇന്ത്യൻ പീനൽ കോഡിലെ BNS-ൽ അതിന് വകുപ്പുകളുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഒരു ക്ലാസ്സിനെ അപമാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഇന്ത്യൻ പീനൽ കോഡിലെ 153A അല്ലെന്നുണ്ടെങ്കിൽ BNS 196 വകുപ്പ് പ്രകാരം ഇമ്മീഡിയറ്റായിട്ട് ഇയാൾക്കെതിരായിട്ട് കേസെടുത്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണം, ഇയാളെ റിമാൻഡ് ചെയ്യണം. ഇയാൾക്ക് ആ കേസിനകത്ത് ശിക്ഷ നടപ്പാക്കണം. 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കണം. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി ഗവൺമെൻറ് ലെവലിൽ എടുക്കണം. കാരണം ഇയാളൊരു പബ്ലിക് ന്യൂസൻ്റാണ്. ഇയാൾ പവിത്രൻ എന്ന് പറയുന്ന പേര് ഇയാൾ കവർ ചെയ്ത് വെച്ചിട്ടാണ് ഈ യൂസർ ID-യിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൽ പവി ആനന്ദാശ്രമം എന്നാണ് ഇയാളുടെ പേര്. അത് ഒളിച്ചു വെച്ചാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം. ഇപ്പം പോലീസ് അത് കേസെടുത്ത് പോലീസ് നടപടി വരുമെന്ന് പറഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇയാളെ ഇനി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. ഇയാളെപ്പോലെ ആൾക്കാർ ഈ സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് അയാൾ ഒരു പബ്ലിക് സെർവൻറ്റിൻ്റെ ഡിസിപ്ലിൻ ഇല്ലാതെ എന്തു തോന്നിയാസം വിളിച്ചു പറയുന്നവരെ തീർച്ചയായിട്ടും സർക്കാരിലിരുത്താൻ കൊള്ളില്ല. അതുകൊണ്ട് പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങണം. കാരണം ഇയാൾ ഇതേ രീതിയിലുള്ളൊരു ഒഫൻസ് ചെയ്തിട്ട് ഒരു മാസം മുമ്പാണ് സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ കയറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളരിക്കുണ്ട് SHO സോമോട്ടോ ആയിട്ട് BNS വകുപ്പുകൾ ചേർക്കണം. 79, 297, 270, 196 BNS ഇത്രയും വകുപ്പുകൾ ചേർക്കണം. അതുകൂടാതെ 166 കൂടെ ചേർക്കാൻ പബ്ലിക് ന്യൂസൻ്റാണ് ഇയാൾ. 198 BNS കൂടെ ചേർത്തിട്ട് ഇയാൾക്കെതിരായിട്ട് ഒരു FIR ഇട്ടിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.